കാറ്റത്തെ കിളിക്കോട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയും നിധിയുടെ വീട്ടുകാരെല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ അരുണിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അന്നേരം ഒന്നും അറിയാത്ത മട്ടിൽ അരുൺ എഴുന്നേറ്റ് പോയിട്ട് ഫോൺ എടുത്തു. തിരിച്ചു വന്നിട്ട് രാജീവിനോട് പതുക്കെ പറയുന്നുണ്ട്, അച്ഛാ ഒരു പ്രശ്നമുണ്ട്, ഇതുവരെയായിട്ടും ചെട്ടിയാരുടെ അടുത്ത് ആ ഒരു പണം എത്തിയിട്ടില്ല എന്ന് പറയും. എന്ത് പണം എത്തിയിട്ടില്ലെന്നോ രാജീവൻ അന്തം വിട്ട് ചോദിച്ചു. അതേ അച്ഛാ, പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെട്ടിയാർ വിളിച്ച് നല്ലോണം അങ്ങ് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങ് തട്ടിവിട്ടു. അത് കേട്ടപ്പോൾ രാജീവൻ ആകെ സങ്കടം അഭിനയിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു, അയ്യോ മോനെ, അതെങ്ങനെ സംഭവിക്കാനാണ്? സുധീഷ് പണം കൊണ്ടുപോയതല്ലേ, അവിടെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. നീ ഒരു കാര്യം ചെയ്യേ, സുധീഷിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയും. അരുൺ ഉടനെ തന്നെ സുധീഷിനെ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛോ, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അരുൺ പറഞ്ഞപ്പോൾ രാജീവൻ അടുത്ത ബുദ്ധി ഉപദേശിച്ചു. എടാ, നീ ഒരു കാര്യം ചെയ്യ്, ആ കാറിൻ്റെ GPS ഒന്ന് എടുത്തു നോക്ക്. ഇപ്പോൾ വണ്ടി എവിടെയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. നിധി അപ്പുറത്തു നിന്ന് ഇവരുടെ സംസാരമെല്ലാം കേട്ടിട്ട് ആകെപ്പാടെ പേടിച്ചിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ ഫോണിൽ എന്തൊക്കെയോ നോക്കിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ പറഞ്ഞു, അച്ഛാ ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലല്ലേ വണ്ടി പോയിരിക്കുന്നത്. ഒരു 50 മീറ്റർ അപ്പുറത്ത് വണ്ടി എങ്ങോട്ടേക്കോ തിരിച്ചു പോയിരിക്കുന്നു. വണ്ടി തിരിഞ്ഞു പോയി എന്നോ എന്ന് രാജീവൻ ചോദിച്ചപ്പോൾ അരുൺ പതിയെ വിഷം കലർത്തിക്കൊണ്ട്, ഇതെനിക്ക് തോന്നുന്നത് അവൻ മനഃപൂർവ്വം നമ്മളെ പറ്റിച്ചതാണെന്നാ. പണം കണ്ടപ്പോൾ അവൻ മുങ്ങിയ ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയും. ഇത് കേട്ടതോടുകൂടി നിധിക്ക് വിശ്വസിക്കാനായില്ല. നിധി പെട്ടെന്ന് തന്നെ അങ്ങ് ചാടി എഴുന്നേറ്റു. ഏയ്, ഒരിക്കലുമില്ല, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പുള്ളി അങ്ങനെ ഒരാളല്ല എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. മോളെ, നീ തന്നെ ഇപ്പോൾ കാണുന്നില്ലേ കാര്യങ്ങളൊക്കെ. ചെട്ടിയാർക്കാണെങ്കിൽ പണം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അയാൾ ഭയങ്കര ദേഷ്യക്കാരനാ. കൃത്യസമയത്ത് പണം എത്തിയില്ലെങ്കിൽ ആ ഡീലൊക്കെ അങ്ങ് അലസിപ്പോകും. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല നടക്കുന്നത്. എനിക്കന്നേ അവനെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു, അവനൊരു ഫ്രോഡാണ് എന്നൊക്കെ പറയാൻ രാജീവൻ. അപ്പോഴേക്കും ഹേമയും ഇടയിൽ കയറി പറഞ്ഞു, അതേ മോളെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ വരുമോ? അവൻ ആ പണം അവിടെ എത്തിക്കാൻ പറ്റിയോ? അവൻ ആ പണവുമായിട്ട് എങ്ങോട്ടേക്കാ മുങ്ങിയിരിക്കുകയാണ്. ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. നിധി സമ്മതിച്ചു കൊടുക്കുന്നില്ല. സുധീഷ് പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ. സുധീഷിൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ അവരൊരിക്കലും കള്ളന്മാരല്ല. ഞാൻ എത്ര കാലമായി അവരുമായിട്ട് ഇടപഴകുന്നു. മോളെ, നീ അവിടെ ചെന്നിട്ട് എത്ര കാലമായി? നിന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കുവാണെങ്കിലോ? ചേട്ടനന്യന്മാരെല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്ന നാടകമായിരിക്കും ഇത്. പണവുമായിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് രാജീവ് വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു, അച്ഛാ, പണം കൊണ്ടുപോകുന്ന കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് നിധി ചോദിച്ചപ്പോൾ അവൻ ഇവിടെ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വിളിച്ചു പറഞ്ഞു കാണും. അങ്ങനെയായിരിക്കും സംഭവിച്ചത് എന്ന് രാജീവൻ സമർത്ഥിച്ചു. ഇല്ല അച്ഛാ, ഒരിക്കലുമില്ല, സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് നിധി ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. എങ്കിലും ഉള്ളിൽ നല്ല സങ്കടമുണ്ടായിരുന്നു നിധിക്ക്. വീട്ടുകാരിങ്ങനെ 4 വശത്തു നിന്നും അവളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ. ആ സമയം സുധീഷ് എവിടെയാണെന്ന് നോക്കിയ ഗുണ്ടകൾ അവനെ ആളൊഴിഞ്ഞ് ആ ഒരു ഗോഡൌണിലേക്ക് മാറ്റിയിരിക്കുകയായിരിക്കും. അവൻ്റെ കൈകളെല്ലാം ബന്ധിച്ചിട്ടുണ്ട്. വായ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അടച്ചിട്ടുണ്ട്. അവിടെ ഒരു കസേരയിലിട്ട് അവനെ അങ്ങ് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഗുണ്ട വന്ന് അവൻ്റെ വായിലങ്ങ് ടാപ്പ് വലിച്ചു പറിച്ചതും സുധീഷ് അലറിക്കൊണ്ട് പറഞ്ഞു, എടാ, എന്നെ അഴിച്ചു വിടടാ, നീയൊക്കെ എന്താടാ ഈ കാണിക്കുന്നത്? ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ 3-4 പേര് കൂടിയിട്ട് എന്നെ അങ്ങ് ആക്രമിക്കുകയാണോ? നീ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ? എന്നെ മര്യാദക്ക് അഴിച്ചു വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അലറി വിരിച്ചുകൊണ്ട് തന്നെ കരയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഗുണ്ടകളിൽ ഒരുത്തൻ പറഞ്ഞു, ഡാ, മിണ്ടാതിരിക്കടാ അവിടെ. സുധീഷ് വീണ്ടും ചോദിച്ചു, എടാ, നീയൊക്കെ എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്തിനാണെന്ന് ഒന്ന് പറഞ്ഞതാ. എനിക്ക് ആ സത്യാവസ്ഥ ഒന്നറിയണം. എടാ, നിന്നോടവിടെ അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടതിനെ ഗുണ്ടകൾ അവനെ പൊതിരെ തല്ലി. സുധീഷ് ആകെ ടെൻഷനിലായിരുന്നു. കാരണം കൈവശം വലിയൊരു തുകയുണ്ട്. അത് കൃത്യസമയത്ത് എത്തിക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ആരുടെയെങ്കിലും നാടകമുണ്ടോ എന്ന് അവന് തോന്നി തുടങ്ങി. ഇപ്പുറത്ത് ഹേമ വീണ്ടും നിധിയെ കുറ്റപ്പെടുത്തുകയാണ്. മോളെ, അവൻ അത്ര ശരിയല്ല എന്ന് ഞങ്ങൾ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ. ഇപ്പം കണ്ടില്ലേ, നിന്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചതിന് ശേഷം ദൈവം നിനക്ക് തന്ന ശിക്ഷയാണിത്. എൻ്റെ അമ്മേ, സുധീഷ് ഒരിക്കലും പണം അടിച്ചുകൊണ്ട് പോവില്ല എന്ന് നിധി കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അടിച്ചുകൊണ്ട് പോകാഞ്ഞിട്ടാണ് മോളെ അവൻ ഇങ്ങനെ ചെയ്തത്. നല്ല ഒന്നാന്തരം കുടുംബത്തിൽ നിന്ന് ആ സൂര്യയുടെ ആലോചന വന്നതല്ലേ നിനക്ക്? എന്നിട്ട് നീ എന്ത് ചെയ്തു? അത് വേണ്ടാന്ന് വെച്ച് ഒരു കള്ളൻ്റെ പിന്നാലെ പോയി. അച്ഛനും ഏട്ടനും ഞാനും എത്ര വിഷമിച്ചെന്ന കാര്യം നിനക്കറിയാമോ? അവൻ നല്ലവനാണെങ്കിൽ ആ പണം കൊണ്ടുകൊടുത്തേനെ. അന്നേരം നിധി പറയുന്നുണ്ട്, അമ്മേ, ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കാണും, അല്ലെങ്കിൽ സുധീഷ് അവിടെ എത്താതിരിക്കില്ല. എനിക്ക് സുധീഷിനെ നല്ല വിശ്വാസമുണ്ടെന്ന് അവൾ പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ അങ്ങോട്ടേക്ക് വന്നു. മോളെ, ഇനിയെങ്കിലും നീ അവനെ കണ്ണടച്ചിങ്ങനെ വിശ്വസിക്കരുത്. അവൻ പക്ക ഫ്രോഡാണ്.
അവനെക്കുറിച്ച് ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. നീ ആ വീട്ടിൽ ഇത്ര ദിവസം നിന്നത് തന്നെ വലിയ കാര്യം. അവൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ നിന്റെ ഭാഗ്യം. അച്ഛൻ ഈ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളിൽ നിന്ന് നിധി വീണ്ടും പറഞ്ഞു. അവിടെ എനിക്കൊരു കുഴപ്പവുമില്ല. സുധീഷ് പണം എടുത്തുകൊണ്ട് പോകത്തുമില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി വീണ്ടും സുധീഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. എന്താ മോളെ, വിളിച്ചിട്ട് കിട്ടിയോ എന്ന് രാജീവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലച്ചാ, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് നിധി വിഷമത്തോടു കൂടെ പറഞ്ഞപ്പോൾ, കണ്ടോ മോളെ, അവൻ വെറും ഒരു കള്ളനാണ്. അവനെപ്പോലെ ഒരാളെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. എനിക്കും അരുണിനും വയ്യാത്തത് കൊണ്ടല്ലേ അവനെ ഏൽപ്പിച്ചത്. അവൻ മരുമകനാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവനെ ആ കാര്യം ഏൽപ്പിച്ചത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോഴുണ്ടായ ദേഷ്യമൊക്കെ സ്വാഭാവികമാണ്. മകൾ മറ്റൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും അത് സങ്കടമുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ അവനിങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ അവനെ അത്രക്കധികം വിശ്വസിച്ചതല്ലേ. എന്നിട്ട് അവൻ തന്ന കൂലി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് രാജീവൻ സുധീഷിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ആകെ ടെൻഷനായി. അമ്മേ, നിങ്ങളൊന്ന് സമാധാനിക്ക്. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനമുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും മാറി നിന്നു. അവൾ നേരെ പോയിട്ട് ഹരീഷിനെ വിളിച്ചു. അവിടെ ചെന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണമല്ലോ. പക്ഷേ ഹരീഷിൻ്റെ ഫോണാകെ തിരക്കിലാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും വിളിച്ചിട്ടും എൻഗേജ്ഡ് തന്നെയാണ്. കൃത്യസമയത്ത് വിളിക്കുമ്പോഴൊന്നും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോൾ സുഭാഷേട്ടനെ വിളിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് അവനെ വിളിച്ചു. പക്ഷേ സുഭാഷാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ആകെപ്പേടെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു നിധി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷ് നിധിയുടെ മിസ് കോളെല്ലാം കണ്ടുകൊണ്ട് തന്നെ തിരിച്ചു വിളിച്ചു. ഏട്ടത്തി എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല ഹരീഷേ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ സുധീഷ് എവിടെയെന്ന് നിധി ചോദിച്ചു. സുധീഷ് പുറത്തു പോയതാണല്ലോ എന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ ഇതുവരെ വന്നില്ലേ എന്ന് നിധി തിരക്കി. ഇതുവരെ വന്നിട്ടില്ല ഏട്ടത്തി, പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുമായിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാണ് ഹരീഷ്. ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി ഫോൺ കട്ട് ചെയ്തു. നിധി ആകെ പേടിച്ചു പോയിരുന്നു. ദൈവമേ, സുധീഷ് അവിടെയും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ പണം അടിച്ചുകൊണ്ട് പോയത് തന്നെയായിരിക്കോ? അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് അവൾ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. ആ സമയം രാജീവനും അരുൺ കൂടി മാറി മാറി നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. അരുണെ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലടാ എന്ന് രാജീവൻ ചോദിച്ചപ്പോൾ എല്ലാം ഓക്കെയാണ് അച്ഛാ, ഗുണ്ടകൾ ഇപ്പോൾ വിളിക്കുമായിരിക്കുമെന്ന് അരുൺ മറുപടി നൽകി. ഹേമ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങളുടെ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ തകർന്നു പോവരുതേ എന്ന് പറയും. എടി, ഞാനും എൻ്റെ മോനും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. 7 ദിവസത്തിനുള്ളിൽ അവളെ ഞങ്ങൾ ഇവിടെ എത്തിക്കും. രാജീവൻ ഗമയിൽ തന്നെ പറഞ്ഞു. ആ സമയം അരുണിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അത്. സുധീഷിനെ ഗുണ്ടകൾ പിടിച്ചു കെട്ടിയിരിക്കുന്നു. വായൊക്കെ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാലിട്ടടിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ രാജീവന് വല്ലാത്ത സന്തോഷവും സമാധാനമായി. മോനെ, നമ്മൾ രക്ഷപ്പെട്ടു മോനെ. ഇനി അവനെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്ത് കളയണം. ആരും അറിയാതെ തന്നെ അവനെ അങ്ങ് തീർത്ത് കളയണമെന്ന് രാജീവൻ പതുക്കെ പറഞ്ഞു. സുധീഷിൻ്റെ ജീവിതം അപകടത്തിലാകുന്ന സന്ദർഭമായിരുന്നു അത്. നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ രാജീവനും അരുണും ആ ഒരു വീഡിയോ കണ്ട് അട്ടഹസിച്ച് ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നത്. കാറിൻ്റെ GPS ലൊക്കേഷൻ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരുന്നു. അരുൺ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അച്ഛാ, വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ സുധീഷ് അവിടെ കെട്ടിയിട്ട നിലയിലാണല്ലോ. പിന്നെ ആരാണ് ആ വണ്ടി ഓടിക്കുന്നത്? ഇതേ സമയം ഗോഡൌണിൽ ഗുണ്ടകൾ സുധീഷിനെ തീർക്കാൻ വേണ്ടിയിട്ട് കത്തി ഉയർത്തിയതും പുറത്ത് വലിയൊരു ശബ്ദത്തോടു കൂടി തന്നെ പോലീസ് ജീപ്പ് വന്നു നിന്നു. നിധി വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഹരീഷ് വിളിച്ചപ്പോൾ സുധീഷ് അവിടെ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞ നിമിഷം തന്നെ അവൾ അപകടം മണത്തറിഞ്ഞു. അരുണിൻ്റെ ഫോണിലെ GPS ട്രാക്കിംഗ് പാസ്വേഡ് നിധിക്ക് പണ്ടേ അറിയാമായിരുന്നു. അവൾ രഹസ്യമായി അത് തൻ്റെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് ലൊക്കേഷൻ നേരെ പോലീസിനെ കൈമാറിയിരുന്നു. പോലീസ് ഗോഡൌൺ വളഞ്ഞു. ഗുണ്ടകളെ കീഴ്പ്പെടുത്തി സുധീഷിനെ മോചിപ്പിച്ചു. സുധീഷ് ആകെ തളർന്നിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ നിധിയോടുള്ള നന്ദി തന്നെയായിരുന്നു. പോലീസിനോട് സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. അരുണിൻ്റെ ഗുണ്ടകളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണെന്നും അവൻ മൊഴി നൽകി. നേരെ പോലീസ് എത്തിയത് രാജീവൻ്റെ വീട്ടിലേക്കാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന രാജീവനും അരുണും ഹേമയും പോലീസ് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ വിറച്ചുപോയി. നിധി ശാന്തമായി അവരുടെ മുന്നിൽ വന്ന് നിന്നു. അച്ഛ, സുധീഷ് പണം അടിച്ചുകൊണ്ട് പോകുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട് എന്ന് നിധി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. പോലീസ് അരുണിൻ്റെ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ക്രൂരമായ വീഡിയോസും ഗൂഢാലോചനയുടെ തെളിവുകളെല്ലാം തന്നെ ലഭിച്ചു. രാജീവനെയും അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഹേമ തകർന്ന് നിലവിളിച്ചുവെങ്കിലും നിധിക്ക് ഇനി പിന്തിരിഞ്ഞ് നോക്കാനാകുമായിരുന്നില്ല. അവൾ സുധീഷിനടുത്തേക്ക് ഓടിച്ചെന്നു. മുറിവുകളുമായി നിൽക്കുന്ന സുധീഷിനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. പക്ഷേ സുധീഷ് ചിരിച്ചുകൊണ്ട് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. സത്യം ജയിക്കുമെന്ന് തനിക്കറിയാമായിരുന്നുവെന്ന് അവൻ പതുക്കെ പറഞ്ഞു.
തങ്ങളെ തകർക്കാൻ നോക്കിയവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസത്തോടു കൂടി തന്നെ അവർ ആ വീട്ടിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ ഇറങ്ങി നടന്നു. നിധിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, സ്നേഹമുള്ളിടത്ത് ചതിക്ക് അധികകാലം ആയുസ്സുണ്ടാകില്ല എന്ന്. സുധീഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ കാണിച്ച ആ ഒരു ധൈര്യം അവരുടെ ബന്ധത്തെ ഒന്നുകൂടി ദൃഢമാക്കി. ഹരീഷും സുഭാഷും അവരെ സ്വീകരിക്കാൻ പുറത്തു തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ കിളിക്കൂട് പോലെ സുരക്ഷിതമായി തങ്ങളുടെ വീട്ടിലേക്ക് അവർ സന്തോഷത്തോടു കൂടി തന്നെ മടങ്ങിപ്പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.